നമസ്കാരം. ഇത് കുട്ടികൾക്കുള്ള വീഡിയോ അല്ല, മുതിർന്നവർ മാത്രം കാണുക, കേൾക്കുക. ഇത് സ്ത്രീകളുടെ കഴുപ്പ് അല്ലെങ്കിൽ കാമം, അത് വളരെ വിചിത്രമാണ്. ചിലവർക്ക് അവർക്ക് പിടിച്ച് നിൽക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കുറച്ച് പൈസയൊക്കെ ഉള്ളവരാണെങ്കിൽ അവരെന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കും. അല്ലാത്തവർ പേരുദോഷം കേൾപ്പിക്കുകയും ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ഒരു പണക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കെട്ടിക്കൊടുന്ന പെണ്ണാണ്. ഇവിടെ നല്ല പണമുണ്ട്, അവരുടെ നാട്ടിൽ ഒരു നല്ല സ്വത്തുകാരിയാണ്. അങ്ങനെ ഇവരിവിടെ വന്ന് വർഷങ്ങളായപ്പോൾ ഇതിൻ്റെ ഭർത്താവ് മരണപ്പെട്ടു. പക്ഷെ അവരുടെ വീട് ഇതല്ല, അവരിവിടെ ജീവിക്കണം. അപ്പോൾ അവർക്ക് ഏകദേശം ഒരു 40 വയസ്സിനടുത്ത് പ്രായമുണ്ടാവും. 40 കഴിഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഈ പണക്കാർക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. അവർക്ക് ഒരു മാസം കൂടുമ്പോൾ ഈ അണ്ടർ ഷേവ്, ഈ അടിഭാഗമൊക്കെ ഇതൊക്കെ ക്ലീനാക്കാറുണ്ട് ബാർബർ പെണ്ണുങ്ങൾ ചെല്ലും. അത് പണ്ട് പണമുള്ള വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെണ്ണിന് അമിതമായിട്ടുള്ള കാമാസക്തിയുള്ള സ്ത്രീയാണ്. ഈ പോണ പെണ്ണ് അത്ര പ്രായമുള്ള ചെറുപ്പക്കാരിയാണ്. എൻ്റെ ഒരു കസ്റ്റമറല്ല, ഞാനും അവളായിട്ട് എല്ലാം നടന്നിട്ടുണ്ട്. എന്നെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അവൾ ഇന്നാളും കൂടി ഞാൻ കണ്ടു. ഇവളാണ് അവിടെ ഇത് ഷേവ് ചെയ്ത് കൊടുക്കാൻ പോണ. ഈ പെണ്ണ് അതിസുന്ദരിയാണ്. അപ്പോൾ ഇവരെ മുകളിലത്തെ റൂമിൽ അപ്സ്റ്റെയറിലാണ്. അപ്പോൾ വേറെ അനിയൻ്റെ ഭാര്യയൊക്കെ ഉണ്ട്. അവർക്കറിയാതെ എന്തിനാണ് വരണമെന്ന് അവർക്കും ഇത് ചെയ്തു കൊടുക്കലുണ്ട്. പക്ഷെ ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര വികാരം വരും. ഈ പെണ്ണിൻ്റെ കൈമേ കയറി പിടിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം കന്തുമേലൊക്കെ നല്ലോണം ഇവളെ കൊണ്ട് ആക്കിപ്പിച്ച് ആ പെണ്ണ് വെട്ടി വിറക്കുകയൊക്കെ ചെയ്ത്. ഇവളുടെ ഉദ്ദേശം ഈ പെണ്ണിനെ കൊണ്ട് നക്കിക്കണം. അത് പറയാനൊരു വൈമനസ്യം, ഒരു വൈക്ലബ്യം. അല്ലെങ്കിൽ ഇവളുടെ കൈമേലൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇവളെന്ത് ചെയ്ത്, അത്രയും നല്ല വൃത്തിയുള്ളൊരു സ്ത്രീയാണ്. പാവല്ലെന്ന് കരുതി അവൾ നക്കി കൊടുക്കൽ തുടങ്ങി. അന്ന് നല്ലോണം നക്കി കൊടുത്ത് ആ പെണ്ണിന് വെള്ളം വന്ന് നല്ല ടിപ്പും കൊടുത്ത്. അങ്ങനെ ഇടയ്ക്ക് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇത് ചെയ്യലും ഇവർ നല്ല പൈസ കൊടുക്കുന്നത് തുടങ്ങി. അപ്പോൾ ഈ സ്ത്രീനോട് ഇവൾക്ക് നല്ലൊരു ആരാധനയും ഇഷ്ടമാണ്. കാരണം നല്ലൊരു സ്വഭാവമാണ്. കഴപ്പ് കൂടുതലുള്ള ഇപ്പോൾ അവരുടെ കുഴപ്പമില്ലല്ലോ. പക്ഷെ അവരുടെ ക്യാരക്ടർ നല്ലതാണ്. അവർ മനുഷ്യനെ സഹായിക്കാൻ ഒക്കെ ഒരു മനുഷ്യത്വമുള്ള സ്ത്രീയാണ്. അപ്പോൾ ഇവള് സ്വകാര്യത്തിൽ ചോദിച്ചു, അതല്ല ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്കൊന്നും ആകില്ലല്ലോ, നിങ്ങൾക്ക് ശരിക്കൊരു കരുത്തുള്ള ആണ് തന്നെ വേണ്ടേ, എന്നാൽ നിങ്ങൾക്കത് ഫുള്ളായിട്ട് തൃപ്തിയാവുള്ളൂ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവർ സങ്കടം പറഞ്ഞു. ആരെയാണ് ഇപ്പോൾ എനിക്ക് കിട്ടുക, ഞാൻ ആരെയാണ് തേടി പോവുക, ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണ്ടോ, പിന്നെ എനിക്കങ്ങനെ കിട്ടും, ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു വിശ്വസിക്കാൻ പറ്റിയ ഒരാളുണ്ട്, ഒരു പേടിയും പേടിക്കണ്ട. പിന്നെ പണ്ടെന്നൊരാ കാലത്തൊന്നും ഒരാളും പിന്തുടർന്ന് പിടിക്കുക ആരെങ്കിട്ട് വന്ന അങ്ങനത്തെ പരിപാടിയൊന്നും ഒന്നില്ല. ധൈര്യം ഉണ്ടായി എവിടെയും പോയി കളിക്കാം. അപ്പോൾ ഇവള് പറഞ്ഞ് നല്ല അസലായിട്ട് കളിച്ചു തരും, നല്ല ധൈര്യശാലിയാണ്, നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, ഒരു മനുഷ്യനറിയില്ല, രഹസ്യം സൂക്ഷിക്കണ ആളാണ്. അതാരാ ചേച്ചി? അപ്പോൾ എന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ എന്നെ അവരറിയോ? അപ്പോൾ ചോദിച്ചു അവൻ നാട്ടിലുണ്ടോ ചേച്ചി? അവൻ നാട്ടിലുണ്ട്. എന്നാലും ഇവർക്കൊരു വൈമനസ്യം. അപ്പോൾ ഇവള് ധൈര്യം കൊടുക്കുക, നിനക്കെങ്ങനെ അറിയാം, എങ്ങനെ അയാളോട് പറയാം? അപ്പോൾ ഇവള് പറഞ്ഞു എന്നെ കളിച്ചിട്ടുണ്ട് അയാൾ, നല്ല സത്യം പറയാലോ, നല്ല എന്താ പറയുക, ഇവരെ പ്രൊവോക്ക് ചെയ്യാണ്, അയാൾക്ക് നല്ല കഴിവുണ്ട്, നല്ല അസലായിട്ട് കളിച്ച് തരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ എഗ്രി ചെയ്തു. അപ്പോൾ നീ പോയി പറയുമോ? അപ്പോൾ ഞാൻ പറയും. അയാൾക്ക് സന്തോഷമാവും. കാരണം അയാൾ ഇവിടെ നിന്നൊക്കെ പോയാലും ഇപ്പോൾ ഒരു കൊല്ലമൊക്കെ അയാൾക്ക് ഒന്നും കിട്ടൂല. പിന്നെ വരുമ്പോൾ അതൊരു പാവ മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ്
എന്നെ പുകഴ്ത്തി കൊടുക്കുന്നുണ്ട്, നല്ലൊരാളാണ്, എൻ്റെ ക്വസ്റ്റ്യൻ സൂക്ഷിക്കും. ഇവളെന്നോട് പറയുന്നത് നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. അപ്പോൾ എന്ത് വെച്ച് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട് അവിടെ, അവർക്ക് ഞാൻ ചെയ്ത് കൊടുക്കലൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും അവർക്ക് തൃപ്തി കിട്ടണില്ല. അപ്പോൾ ഞാൻ അവരോട് അങ്ങോട്ട് പറഞ്ഞതാണ് നിൻ്റെ കാര്യം. അപ്പോൾ അവർ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവരുടെ അടുത്ത് പോകല് പറയും. ഈ സ്ത്രീൻ്റെ അടുത്ത് ഞാൻ പോയപ്പോൾ സത്യം പറഞ്ഞാൽ അവർക്കൊരു 30 വയസ്സ് മതിക്കൂല. എപ്പോഴെങ്കിലും ഒരു മിന്നൽ പോലെ കാണും പള്ളിയിൽ പോകുമ്പോഴേക്കും, അല്ലാണ്ട് ഞാൻ അവരെ കാണാറൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ല. ഞാനിവരെ മുറി ചെല്ലും വേണ്ടല്ല, ഇവരൊരു നവവധുവിനെ പോലെ നാണമുണ്ട്, ഭയമുണ്ട്, ഒക്കെ ഉണ്ട്. നൈറ്റ് ഇട്ടേക്കണം. ഞാനവരെ ഫസ്റ്റിൽ കയറി തൊടുകയൊന്നും ചെയ്തില്ല. സംസാരിച്ച് എന്നെ ഇങ്ങനെ ആദ്യം കണ്ടിട്ടുണ്ട് ചോദിച്ച്. അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്, ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ഇത്ര കൊല്ലമായില്ലേ, അറിയും, നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവാത്ത ജോലി കിട്ടിയതും പോയതും ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്ത്രീകൾ തമ്മിൽ എല്ലാ വിവരങ്ങളും എങ്ങനെയായാലും കിട്ടും. ഞങ്ങൾ റോട്ടിൽ ഇറങ്ങണം, അങ്ങാടിയിലൊന്നും പോകണമെന്നില്ല, നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഞങ്ങളറിയും. അങ്ങനെ പറഞ്ഞ് പിന്നെ തലയിലൊക്കെ മെല്ലെ തലോടി, തോളത്ത് കൈയിട്ട് കവിളത്തൊരു ഉമ്മൊക്കെ കൊടുത്ത് അങ്ങനെ അടുപ്പിച്ചിരുത്തി. പിന്നെ കണ്ണിലേക്ക് നോക്കി ചുണ്ടിലൊരു ഉമ്മ കൊടുത്ത്, ചുണ്ട് ലിപ്പിൽ ലോക്ക് ചെയ്തില്ല. എന്നിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ചുണ്ടൊക്കെ ഇങ്ങനെ കൂമ്പി വരുന്നുണ്ട്, മുഖമൊക്കെ ഒരു ചുമപ്പ് കളറായി. അതിനെ ചുണ്ട് ലിപ്പിൽ ലോക്ക് ചെയ്ത് ഫ്രഞ്ച് കിസ്സൊക്കെ കൊടുത്ത് മെല്ലെ മുലക്കൊക്കെ ആ വേദന എടുക്കാണ്ടൊക്കെ പിടിച്ച് പിന്നെ ഞാൻ അവരെ എഴുന്നേൽപ്പിച്ച് മാക്സി ഊരി ബ്രേസിയർ ഊരി നോക്കുമ്പോഴാണ് ഒട്ടും ഉടയാത്ത അതിൻ്റെ നിപ്പിൾസൊക്കെ ഒരു 17 വയസ്സുള്ള പെൺകുട്ടീൻ്റെ പോലത്തെ മുലക്കണ്ണുകൾ. പാവാട ഇട്ടുണ്ടായില്ല, നല്ല ചുമപ്പ് കളറിലുള്ള ഷഡ്ഡി, ഒരു ലക്ഷണമൊത്ത പെണ്ണ്, അധികം വയറ് ചാടിയിട്ടില്ല. ആ പൊക്കിളൊക്കെ നല്ല ഒരു തുടം വെളിച്ചെണ്ണ കൊള്ളും ആ പൊക്കിളിൻ്റെ ഉള്ളിൽ. ഈ പെണ്ണിൻ്റെ ആക്രാന്തം എന്നോട് മറ്റാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല വികാരമുള്ള പെണ്ണാണ്. ഞാനതിനെ എന്താ പറയുക, 1 മണിക്കൂർ അതിനെ ബാഹ്യലീലകൾ ഫോർപ്ലേ 1 മണിക്കൂറല്ല, ഇതിനുണ്ടല്ലോ 8 പാട്ടാക്കി എന്നെ കയറ്റി അടിക്കുന്ന അവളിങ്ങനെ പറയണില്ല എന്നുള്ളു. അവൾ കിടന്ന് പരവശയാകുക. അപ്പോൾ എനിക്ക് മനസ്സിലായി സമയമായി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നക്കി കൊടുക്കുമ്പോൾ അവൾക്ക് പോയോ എന്നൊരു സംശയമുണ്ട്. അവളൊന്ന് ഞാൻ വെട്ടി വിറക്കണ പോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷെ ഞാനത് കാര്യമാക്കില്ല. പെണ്ണിന് ആണിനെ പോലെയല്ല, ആണിന് ശുക്ലം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടൈം പിടിക്കും രണ്ടാമതൊക്കെ ഒന്ന് സാധനം എണീറ്റ് വരാം. പെണ്ണിനെ അങ്ങനെയല്ല, ആണ് അടിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 1 വട്ടമോ 2 വട്ടമൊക്കെ വരും രതിമൂർച്ച. അതെനിക്കറിയും. എന്നിട്ട് ലാസ്റ്റാണ് അതായത് ഞാൻ ചെല്ലുമ്പോൾ തന്നെ പെണ്ണ് നനഞ്ഞ് വിളിച്ചിട്ടുണ്ട്. കാരണം പെണ്ണ് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഞാനതുമേ തൊടുമ്പോൾ തന്നെ നല്ല വിളിച്ചിട്ടുണ്ട്. ഞാൻ കിസ് ചെയ്തപ്പോഴാണ് വിളിക്കൽ തുടങ്ങിയത് അറിയില്ല. ഏതായാലും ഞാൻ വണ്ടിക്കൽ തുടങ്ങുമ്പോൾ ഇതിങ്ങനെ ഒച്ച ഉണ്ടാക്കാനൊക്കെ പോകും. ഞാൻ മെല്ലെ വായ പൊത്തും, മെല്ലെ. കാരണം മറ്റുള്ളവരൊക്കെ അടിയിലാണ്. എന്നാലും എന്തിനാ വെറുതെ ആൾക്കാരെ കൊണ്ട് വിറപ്പിക്കണേ. അസലായിട്ട് വടിച്ചു കൊടുത്തു. വെളുപ്പിന് കോഴി പോകുമ്പോഴാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത്. എന്തോ ഒരു സന്തോഷമായ പെണ്ണിന്. എന്നിട്ട് പിന്നെ ഇവള് ചെല്ലുമ്പോൾ പറയും നല്ലൊരു സൂപ്പർമാനാണത്. ഒരു പെണ്ണിൻ്റെ മനസ്സയാൾക്ക് അറിയും. അയാളുടെ സുഖമല്ല നോക്കിയത്, എന്നെ സുഖിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വേണം ആണുങ്ങൾ. എൻ്റെ ഭർത്താവൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം നോക്കിയിട്ടേ ഇല്ല. അവർ വരും, കളിക്കും, പോകും. മരിച്ചവരെ കുറ്റം പറയണമല്ല, എന്നാലും ഞാൻ പറയാം ഇതെന്തൊരു മനുഷ്യനാ. അപ്പോൾ ഇവള് പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞത്, ആൾ സൂപ്പറാണ്. പിന്നെ ഇടക്കിടക്ക് പോകും ഞാൻ. ഇടക്കിടക്ക് പോകുന്നവർ അതിനെ കളിച്ചാൽ മതിയാവില്ല. നമ്മൾ അനവധി പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു 1.5 മുതലാണ്. അടിക്കാനുണ്ട്. അതിൻ്റെ ബാക്കൊക്കെ നല്ലോണം ഉണ്ട്. നമ്മൾ അടിക്കുമ്പോൾ അടിയിൽ നിന്ന് ഇവർ നല്ലോണം കളിച്ചു തരും, ഇറുക്കി തരും,
കാരണം ഇവർ കിടന്ന് ഞെരുപിരി കൊള്ളുക. നമ്മൾ നമ്മുടെ സുഖമല്ല നോക്കണം, അവരുടെ സുഖമാണെന്ന് നോക്കണമെന്ന് മനസ്സിലായപ്പോൾ അവർ ഇങ്ങോട്ട് സന്തോഷിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ദിവസം ചെന്നപ്പോൾ എൻ്റെ സാധനം അവർ വായിൽ വെച്ചു. ഞാൻ ഒരിക്കലും ഒരു പെണ്ണിനോട് അത് വായിൽ വെക്കാൻ പറയില്ല, കാരണം അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. എനിക്കതെന്തോ ഒരു മടിയാണ്. പക്ഷെ ഇവള് ബലത്താലെ ഒരു ദിവസം വായിൽ വെച്ച്. പിന്നെ ഞാൻ നക്കി കൊടുക്കണതല്ലേ, അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലേ ചെയ്യണത്. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു അരോചകം. വേണ്ട വേണ്ട, ഞാൻ വേഗം വായിൽ നിന്ന് എടുത്തു. പക്ഷെ പെണ്ണിനെ നല്ല ഇഷ്ടമുണ്ട്. ഇത് എന്നെ ഭയങ്കരമായിട്ട് ഭ്രാന്തമായിട്ട് കെട്ടിപ്പിടിക്കും, പുറത്ത് മാന്ത്. കാരണം കുറേ ദിവസം കഴിയും തോറും അടുപ്പം കൂടിയില്ല. ഫസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും, മനസ്സുകൊണ്ടൊരു അടുപ്പില്ല. പിന്നെ ഇടക്കിടക്ക് ചെല്ലൽ തുടങ്ങിയപ്പോൾ മനസ്സുകൊണ്ടൊക്കെ ഭയങ്കര അടുപ്പായി. സ്വന്തമാണെന്നൊരു തോന്നലൊക്കെ വന്നപ്പോൾ ഉണ്ട് പുറത്ത് മാന്തൽ, കെട്ടിപ്പിടിക്കൽ, ഇങ്ങോട്ട് ചുണ്ടിന് കടിക്കൽ, ഇപ്പോൾ എല്ലാ പണിയും ചെയ്യും. അവരെന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവ് മരിച്ച മൂടവിട്ട് അങ്ങോട്ട് മാറി. എന്നെക്കൊണ്ട് അതൊക്കെ നടക്കുള്ളൂ. ആ പെണ്ണുണ്ടല്ല എന്നെ ഹെൽപ്പ് ചെയ്ത, അവളെന്ന് പറഞ്ഞാൽ നല്ലൊരു പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് അവൾ ബ്രോക്കറിൻ്റെ വേഷം കെട്ടി. അതല്ല, മനുഷ്യന് ഉപകാരം ചെയ്യണം. നമ്മുടെ ലൈഫ് അതിനുള്ളതാണ്.